ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ എറർ അനാലിസിസ് ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കൊരു 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഈസി കൺസെപ്റ്റാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. പാർട്ട് 7 ആണ് എറർ അനാലിസിസ്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള ആദ്യം ഒരു കോൺസെപ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ കയ്യിലുള്ള ഒരു സ്കെയിൽ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലിൻ്റെ കാര്യം ഓർത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അതിലെങ്ങനെയാണ് ഒരു 10 കഴിഞ്ഞിട്ട് 10-ലൊരു റീഡിങ് ഉണ്ടാവും. 10 സെൻറ്റിമീറ്റർ, അത് സെൻറ്റിമീറ്റർ അല്ലേ. അതിനകത്ത് നമുക്ക് 1 2 3 4 5 ആകുമ്പോൾ ഒരു കുട്ടി വരെ ഉണ്ടാവും. പിന്നെ 6 7 8 9 10 ആകുമ്പോൾ വലുത്. അപ്പോൾ ഇതാകുമ്പോൾ 11 അപ്പോൾ ഈ ഒരു സ്കെയിൽ വെച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം, നമ്മൾ പഠിച്ചല്ലോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പഠിച്ചല്ലോ, ആ മിനിമം എത്രയാണ് നമുക്ക് ഇതുകൊണ്ട് അളക്കാൻ പറ്റുന്നത്, എത്രയാണ്. നമുക്കിപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇത് രണ്ടും നമുക്ക് ഇത് വെച്ച് അളക്കണം, ഒരു സ്കെയിൽ വെച്ച് അളക്കണം. അപ്പോൾ ഇതിങ്ങനെ അളന്ന് വരുമ്പം നമുക്ക് ഏകദേശം ഇവിടെയാണ് കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് ഇത് 10.1 ആണ്, ഇത് 10.2 ആണ്, ഇത് 10.3 4 ഇത് 5, കുഞ്ഞു സ്കെയില് 6 7 8 9 ഇതായപ്പോൾ 11 അപ്പോൾ നമുക്ക് 10.2-നും 3-നും ഇടയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ചിലരെന്ത് ചെയ്യും, അതിനെ 2 ആയിട്ട് അങ്ങ് എടുക്കുക. നമ്മൾ സ്കെയിൽ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും കുഞ്ഞത് കാണാൻ പറ്റും. ചിലർ പറയും ഞാൻ 10.2 എടുക്കുന്നു എന്ന് പറയും. ചിലരെന്തെടുക്കും, 10.2 എടുക്കും. ഈ ലെങ്ത്ത് നമ്മൾ ഈ സ്കെയിൽ വെച്ച് അളക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ 10.2-നും 3-നും ഇടയ്ക്ക് ഒരു റീഡിങ് കിട്ടി. അപ്പോൾ ചിലർ 10.2 എടുക്കും, ചിലർ 10.3 എടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എറർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആൻസർ ലെങ്ത്ത് ഒരാൾ ഇതിൻ്റെ ആൻസർ 10.3 എടുത്തു കഴിഞ്ഞാൽ അത് 2 ആവാനുള്ള ചാൻസും ഉണ്ട് അല്ലേ. അതേസമയം ലെങ്ത്ത് 10.2 എടുത്തു കഴിഞ്ഞാൽ അത് 3 ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ എറർ. എറർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ±0.1. അതായത് 10.2 എന്ന് പറയുന്നത് ചിലപ്പോൾ 10.3 ആവാം. അതേപോലെ തന്നെ 10.3 എടുത്താൽ ചിലപ്പോൾ അത് 10.2 ആവാം. അപ്പോൾ ആ റീഡിങ്ങിന് ഏത് റീഡിങ് എടുത്താലും ചിലപ്പോൾ അത് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ഹു റീഡ്സ് എ മെഷർമെൻറ്റ്, ഹു ടേക്സ് എ മെഷർമെൻറ്റ് അല്ലേ. ആ മെഷർമെൻറ്റ് എടുക്കുന്ന ആളുടെ ഒരു വിവേചന അധികാരം പോലെ ഇരിക്കും അത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ട് ഇതേമാതിരി തന്നെ ബ്രെഡ്ത്ത് ഇതുപോലെ തന്നെ നമുക്കൊരു ഇത് മാറി ബ്രെഡ്ത്ത് ഒരു 5 ആണെന്ന് വിചാരിക്കുക. 5 ഇതിന് പകരം ഏകദേശം 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കാണ് അങ്ങേര് കണ്ടത്. ഇത് 6. അപ്പോൾ 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കാണെങ്കിൽ ചിലർ അത് എന്ത് ചെയ്യും, 5.1 എടുക്കും. ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 ആണ്. ചിലരെന്ത് ചെയ്യും, അത് 5.2 എടുക്കും. അപ്പോൾ ഏത് റീഡിങ് എടുത്താലും അതിൽ ±0.1 അങ്ങോട്ടും ആവാം, 0.1 ഇങ്ങോട്ടും ആകാം. അതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ±0.1 ഏത് റീഡിങ് എടുത്താലും. അപ്പോൾ നമുക്കിപ്പോൾ അയാളെടുത്തത് 5.1 ആണെന്ന് വിചാരിക്കുക, ഇവിടെ 10.2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ലെങ്ത്ത് മെഷർ ചെയ്തു, ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തു, ബ്രെഡ്ത്ത് മെഷർ ചെയ്തു. ഒരാൾക്ക് കിട്ടിയ റീഡിങ് ഇതാണ്. എത്രയാണ് റീഡിങ് കിട്ടിയത്, അയാൾക്ക് ഇവിടെ കിട്ടിയത് 10.2 ആണ്, ഇവിടെ കിട്ടിയത് 5.1 ആണ്. അപ്പം നമ്മളോട് പറയുകയാണ് ഈ കിട്ടുന്ന റീഡിങ്ങിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.1 ആണെങ്കിൽ, ഇപ്പോൾ ചില കേസ് നമുക്ക് ഡയറക്റ്റ്ലി എറർ തരും. ഇങ്ങനെ ഒരു 2-3 കേസാണ് ഇതിനകത്ത് വരാൻ പോണത്. ഒന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ റീഡിങ് നമുക്ക് എക്സാമിന് തരും. ബട്ട് അങ്ങനെ അല്ലാത്ത കേസിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന കേസിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും മിനിമം എത്രയാണ് അതിൻ്റെ റീഡിങ്, അതിൻ്റെ ±- എടുത്താൽ മതി. അതായത് ഇതിൻ്റെ മിനിമം റീഡിംഗ് എന്ന് പറഞ്ഞാൽ 0.1 സെൻറ്റിമീറ്റർ ആണ്. അതായത് 1 mm ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അതുകൊണ്ട് അത് 0.1 1 mm ആണ് മാറുന്നത് അല്ലേ. 1 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 സെൻറ്റിമീറ്റർ. എല്ലാ സെൻറ്റിമീറ്ററിൽ എഴുതണ്ടേ, 10 സെൻറ്റിമീറ്റർ എഴുതി അതിനകത്ത് അല്ലെങ്കിൽ 10.1 സെൻറ്റിമീറ്റർ നമുക്ക് റീഡിങ് കിട്ടി. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും 1 mm വ്യത്യാസമാണ് വരുന്നത്. അതുകൊണ്ടാണ് 0.1 എഴുതിയത്. അപ്പോൾ സെൻറ്റിമീറ്റർ ഇവിടെ കാണിക്കേണ്ട, ±0.1. ആ 0.1 എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. 1-നും 2-നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ചിലർ 1 എടുക്കും, ചിലർ 2 എടുക്കും. അപ്പോൾ 10 പോയിൻ്റ് അല്ലെ 5.1
1 എന്ന് ചിലരെടുക്കാം, 5.2 എന്ന് എടുക്കാം. അപ്പോൾ അതിനകത്ത് എറർ ഉണ്ടാകാനുള്ള ചാൻസ് ആ 1 mm ആണ്. അതാണ് നമ്മൾ 0.1 സെൻറ്റിമീറ്റർ, നമ്മൾ ഇപ്പോഴത്തെ സെൻറ്റിമീറ്ററിൽ എഴുതിയതുകൊണ്ട് 5.1 പ്ലസ് ഓർ മൈനസ് 0.1. ഇനി ആക്ച്വൽ എറർ പെർസെൻറ്റേജിലാണ് നമ്മൾ എറർ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏരിയ ആണ് ഒരാൾക്ക് കാണേണ്ടതെന്ന് വിചാരിച്ചു. ഒരാൾ ഏരിയ മെഷർ ചെയ്യാൻ പോവാണ്. ഏരിയയിൽ നമുക്കറിയാം ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റിൽ ഇത്രയും എറർ ഉണ്ട്. ഇതിൻ്റെ എറർ എങ്ങനെയാണ് പെർസെൻറ്റേജിൽ കാണുന്നത്? 10.2 പ്ലസ് ഓർ മൈനസ് 0.1 എന്ന് ആണ് നമുക്ക് ലെങ്ത് കിട്ടിയത്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജിൽ കാണണം. പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ ലെങ്ത്. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എന്താ? 10.2 മെഷർ ചെയ്തപ്പോൾ 0.1 ആണ് എററെങ്കിൽ 100ൽ എത്ര? അതാണ് എറർ എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് ഓഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് വാല്യൂ എത്രയാണ്? 10.2 നമ്മൾ മെഷർ ചെയ്തു. അതിൽ നമുക്ക് കിട്ടിയത് 0.1 എററാണ് അതിനകത്തുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എപ്പോഴും കണക്കാക്കുന്നത് എങ്ങനെയാണ്? 100ൽ എത്ര? ഇതാണ് ഇതിൻ്റെ എറർ. അപ്പോൾ നമ്മളിതിന് എത്ര വരും? മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/102 ഇൻറ്റു 100 ഈക്വൽ ടു 100/102. അപ്രോക്സിമേറ്റ്ലി ഞാൻ എഴുതുകയാണ് 1%. കാരണം ഇത് 100ഉം ചെറിയ 0.999 സംതിങ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് 1% ആണ് ഇതിൻ്റെ എറർ. ഇതുപോലെ തന്നെ നമ്മൾ ബീൻ്റെ എറർ എടുക്കുക. പെർസെൻറ്റേജ് എറർ ഇൻ ബ്രെഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 5.1ൽ നമുക്ക് എറർ കിട്ടിയത് 0.1 ആണെങ്കിൽ 100ൽ എത്ര? അപ്പോൾ 1/51 ഇൻറ്റു 100. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 100/51 നമ്മൾ 50 ആയിട്ട് എടുത്താൽ തന്നെ എത്ര വരും? 2%. അപ്പോൾ 2% എറർ എന്തിലുണ്ട്? ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ 2% എറർ ഉണ്ട്. ലെങ്ത് എടുത്തപ്പോൾ 1% എറർ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് എന്ത് എഴുതാം? ഡെൽറ്റ ബി ഇൻറ്റു 100. അതായത് ബീൻ്റെ മെഷർമെൻറ്റ് അതിൻ്റെ എറർ ബൈ ബി ഇൻറ്റു 100. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ എറർ, നമുക്ക് ഇതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര എറർ ഉണ്ടാവും? നമ്മൾ ഏരിയ എത്ര ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ, ഏത് മെഷർമെൻറ്റ് കൊണ്ട് എങ്ങനെ ഏരിയ, ഇപ്പം പ്ലാനിമീറ്റർ ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഏരിയ കണ്ടുപിടിച്ചാലും ഈ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഏരിയ എത്ര ആക്യുറേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞാലും ഈ ലെങ്ത്തിൽ എറർ ഉണ്ടെങ്കിൽ ഏരിയയിൽ വ്യത്യാസം വരും, ബ്രെഡ്ത്തിൽ എറർ ഉണ്ടെങ്കിൽ അതും ഏരിയയിൽ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ എറർ എന്തായാലും അതിനകത്ത് കാണും. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു ലെങ്ത് എത്രയാണ്? 10.1 ആണ് എടുത്തത് അല്ലേ? അല്ല, 10.2 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5.1. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 102.51 0 1 6. അപ്പോൾ 2.0617 ഇതല്ലേ 7.02. അപ്പം നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ പഠിച്ചു ഇത് 10 എഴുതണം കേട്ടോ. 3 ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് 7.02 കിട്ടി. അപ്പോൾ 7.02 ആണ് നമ്മുടെ ഏരിയ. പക്ഷേ 7.02ൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ എറർന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെ എറർ നമുക്കറിയാം. അപ്പോൾ എന്തുണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പം എറർ ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ എറർ ഇൻ പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ ആണ്. പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത് പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ ബ്രെഡ്ത്ത്. അപ്പോൾ എന്തിൻ്റെയാണോ നമുക്ക് എറർ കണ്ടുപിടിക്കേണ്ടത് അതെന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എറർ ആഡ് ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഏരിയേൻ്റെ എറർ എത്രയായിരിക്കും? പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ എന്ന് പറയുന്നത് 1% പ്ലസ് 2%.
ഈക്വൽ ടു 3%. 3% ഇതിൻ്റെ എറർ ഉണ്ടാവും. 3% എറർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്രയാണ്? അതായത് 100-ൽ 3 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 7.02-ൽ എത്ര? അപ്പോൾ എത്ര വരും? 7.02 ഡിവൈഡഡ് ബൈ ഇൻറ്റു അല്ലേ, ഇൻറ്റു 3, 6, 0, 21. അപ്പോൾ 21.06. 21.06 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര വരും? 0.2106. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ 3 ഡിജിറ്റ്സ് ആണ് എടുത്തേക്കുന്നത് അല്ലേ. 3 സിഗ്നിഫിക്കൻറ്റ് നമ്പർ എടുത്തുകൊണ്ട് ഈ 6 എടുക്കണ്ട. അതുകൊണ്ടാണ് 6 വരാഞ്ഞെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ 0.210 ഇതിൻ്റെ എറർ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 7.02 പ്ലസ് ഓർ മൈനസ് 0.21 അത്ര എടുത്താൽ മതി. 0.210 എടുക്കാം. അപ്പോൾ അതായത് ഈ ഏരിയ എടുത്താൽ ചിലപ്പോൾ ഇത് 7.04 ആവാം, അല്ലെങ്കിൽ 0.41 എഴുതാം അല്ലേ. 7.23 ആവാം, അല്ലെങ്കിൽ 7.02 മൈനസ് 0.21. അപ്പോൾ 1, 8, 6 അല്ലേ, 1, 2, 3. അല്ലെങ്കിൽ ആൻസർ 6.81 ആവാം. സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഏരിയ എടുക്കുന്നതിന് എന്തൊക്കെയാവാം ഏരിയയുടെ ഉത്തരം? ആക്ച്വലി ഇതാണ് നമുക്ക് കിട്ടിയത് 7.02. പക്ഷേ അത് പ്ലസ് 0.21 ആകാം, മൈനസ് 0.21 ആകാം. അതിൻ്റെ റീഡിങ് ഇതൊക്കെയാണ്. അതായത് ഒന്നുകിൽ 7.2. അപ്പോൾ ഇത് നമ്മളൊരു റീഡിങ് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഒരു കാറ് നമ്മളിങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ആ കാറ് ആക്സിഡൻറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇപ്പം പറയത്തില്ലേ അതിൻ്റെ മൈലേജ്. അപ്പോൾ 40, നമുക്കൊരു 40 1 ലിറ്റർ പെട്രോൾ കൊണ്ട് 40 അത്രയൊന്നും കിട്ടത്തില്ല. അപ്പോൾ 20 എടുക്കാം. 20 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 20 എന്ന് പറയുന്നത് ചിലപ്പം അവർ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണല്ലോ. കുറച്ച് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തിട്ടുള്ളെങ്കിൽ ചിലപ്പോൾ അത് 20 പ്ലസ് ഓർ മൈനസ് 2 ആകാം. അതായത് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ 22 കിട്ടും, ചിലപ്പോൾ 18 കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നത് 20 പ്ലസ് ഓർ മൈനസ് 0.01 ആയിരിക്കാം. അതായത് അതിൻ്റെ അർത്ഥം ഇത് വളരെ ആക്യുറേറ്റ് ആണ്. 20.01 ആവാം, അല്ലെങ്കിൽ 19.99 അല്ലേ, 99 ആവാം. അപ്പോൾ എത്രമാത്രം ആക്യുറേറ്റ് ആണ് നമ്മുടെ റിസൾട്ട് എന്നാണ് ഈ പെർസെൻറ്റേജ് അനാലിസിസ് കാണിക്കുന്നത്, ഈ പെർസെൻറ്റേജ് എറർ കാണിക്കുന്നത്. അപ്പോൾ എറർ കൂടുന്നതനുസരിച്ച് ആ പെർസെൻറ്റേജ് എററും കൂടും. ഇവിടുത്തെ 3% പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ അതിനകത്തെ കണ്ടൻറ്റ് ഏരിയ ആണ് കാണേണ്ടതെങ്കിൽ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക, ആക്ച്വൽ എറർ കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ്ലി ഈ പെർസെൻറ്റേജസ് ഒക്കെ തരും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൂട്ടിയാൽ മതി. അത് നോക്കണം. ലെങ്ത്തിൻ്റെ ഏരിയ ആണെങ്കിൽ അത് രണ്ടും കൂട്ടുക. അപ്പം ഏരിയ ആണെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെയും എറർ കൂട്ടുക. ചിലപ്പോൾ ലെങ്ത്ത് കാണാൻ പറയുകയാണെങ്കിൽ ഏരിയ ബൈ ബ്രെഡ്ത്ത് ആണ്. അങ്ങനെയുള്ള കേസിലും നിങ്ങൾ ഇതിൻ്റെ എററും കൂട്ടണം. ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറയ്ക്കാൻ പാടില്ല. കാരണം ഈ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റിൽ ഏരിയ നമുക്കറിയാം, ബ്രെഡ്ത്തും അറിയാം. ലെങ്ത്ത് എടുക്കുമ്പോൾ എന്തുമാത്രം വ്യത്യാസം വരുമെന്ന് പറയുന്നതിലും ഇത് രണ്ടും അഫക്റ്റ് ചെയ്യും. അപ്പം ഇവിടെയും ആഡ് ചെയ്യുക. അപ്പോൾ താഴെയാണോ മുകളിലാണോ വരുന്നത് നോക്കണ്ട, എന്ത് വന്നാലും അതിൻ്റെ എറർ ആഡ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ എറർ തരും. അപ്പോൾ ആ എറർ ആഡ് ചെയ്യുക, എന്നിട്ട് ഫൈനൽ എറർ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ഈ 0.1 എററിൻ്റെ 10.2-ൽ 0.1, അതല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ പറയും ലീസ്റ്റ് കൗണ്ട് ഇത്രയാണ്. അപ്പോൾ നമ്മൾ എറർ കണ്ടുപിടിക്കാനും പഠിക്കണം. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇവിടെ നമ്മളൊരു 6 ഒഴിവാക്കിയില്ലേ, അപ്പോൾ അത്രയും എടുത്താൽ മതി. അതിന് അപ്പുറത്തേക്കുള്ള എത്രയാണോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമുക്ക് എല്ലാത്തിലും വന്നത് അത്രയും എടുത്താൽ മതി. ഇവിടെ എനിക്കൊന്ന് 5.10 എടുക്കണം കേട്ടോ. അപ്പോൾ ആ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമ്മൾ എടുത്താൽ മതി, ഒരു 0 ഇട്ടാൽ മതി. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഈ പ്രാവശ്യത്തെയോ ഒക്കെ വന്ന പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ.
ഇത് 2020 ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം വായിക്കാം. ദ പവർ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫോർ എ കറണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ± 0.4 ആംപിയർ ആൻഡ് വോൾട്ടേജ് 10 ± 0.2 വോൾട്ട് ഈസ് മെഷേർഡ് അറ്റ് 10% എറർ. To measure the power at 5% error, the current should be measured at an error of. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും മനസ്സിലായില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്താൽ മതി. എന്താണ് പവറിൻ്റെ കേസിൽ? ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? പവർ പറഞ്ഞിരിക്കുന്ന ഒന്ന് എഴുതാം. പവർ P = VI. അത് നമുക്കറിയാമല്ലോ. P = VI. അപ്പോൾ ഡെൽറ്റ P/P × 100. ഇതാണല്ലോ ഇററിൻ്റെ പെർസെൻറ്റേജ്. പിയിലുള്ള ഡെൽറ്റ, പിയിലുള്ള ഇറർ ബൈ ടോട്ടൽ P × 100. ഡെൽറ്റ V/V × 100 പ്ലസ് ഡെൽറ്റ I/I × 100. അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷനെങ്കിലും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഈ ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഫോർമുലയാണെങ്കിൽ ഇതായിരിക്കും ഇക്വേഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ P എന്ന് പറഞ്ഞാൽ V × I ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എറർ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ? കറണ്ട് I തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ± 0.4 ആണ് I തന്നിരിക്കുന്നത്. അതായത് ചിലപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ 5.4 ആവാം, അല്ലെങ്കിൽ 4.6 ആവാം. ഇത് രണ്ടും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ മീനിങ്. പിന്നെ പറഞ്ഞേക്കുന്നത് വോൾട്ടേജ് തന്നിട്ടുണ്ട് 10 ± 0.2. ഇത് ആംബിയറും ഇത് വോൾട്ടിലും. പിന്നെ പറഞ്ഞേക്കുന്നത് പവറിൻ്റെ പെർസെൻറ്റേജ് ആണ് തന്നേക്കുന്നത്. എറർ തന്നിട്ടില്ല. അതിൻ്റെ പെർസെൻറ്റേജ് 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പവർ ഈ ടോട്ടലായിട്ട് പെർസെൻറ്റേജ് ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് 10 എന്ന് പറയുന്നത് = ഡെൽറ്റ V/V. എന്താ ഇതിനകത്ത്? ഡെൽറ്റ V എന്ന് പറയുന്നത് 0.2ഉം V എന്ന് പറയുന്നത് 10ആണ്. 10 മെയിൻ വോൾട്ടേജ്. അതിലുണ്ടാകുന്ന എററാണ് 0.2. അതുപോലെ തന്നെ ഡെൽറ്റ I എന്ന് പറയുന്നത് 0.4ഉം I എന്ന് പറയുന്നത് 5ഉമാണ്. I ആണ് റീഡിങ്. അതിലുണ്ടാകുന്ന ചേഞ്ചസ്, എററാണ് ഈ 0.4 എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡെൽറ്റ V എന്ത് ചെയ്യും? 0.2 ഡിവൈഡഡ് ബൈ V എന്ന് പറഞ്ഞാൽ 10 × 100 പ്ലസ് ഡെൽറ്റ I എന്ന് പറഞ്ഞാൽ 0.4 ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞാൽ 5 × 100. ഇനി നമ്മളിത് അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതാണെന്നും. 10 ആണ് നമുക്ക് ഉത്തരവുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഇത് വെട്ടി ഒരു 0 വെട്ടി, അപ്പം 0.2 പ്ലസ്, അപ്പോൾ 10 = 2 + 5 I 2 10 20 20 × 4 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ അതായത് 10% ഇറർ വന്നിട്ടുണ്ട്. എന്തിൽ? പിയിൽ. അത് വോൾട്ടേജിന് വന്ന ഇറർ 2%, പിന്നെ ഐക്ക് വന്ന ഇറർ 8%. ഇനി ഇവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ടു മെഷർ ദ പവർ അറ്റ് 5% എറർ, ദ കറണ്ട് ഷുഡ് ബി മെഷേർഡ് അറ്റ് ആൻ എറർ ഓഫ്. അതായത് പവർ, ഇപ്പോൾ ഇവർ പറയണത് പവറിൻ്റെ എറർ ഇച്ചിരി കുറയ്ക്കണം. പക്ഷേ പവറിൻ്റെ എറർ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഇത് രണ്ടിലും കുറഞ്ഞാൽ മാത്രമേ, ഇതിൻ്റെ രണ്ടിൻ്റെ എറർ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ഇതിനെ പ്രിസൈസ് ആക്കണം. പവറിൻ്റെ എറർ കുറച്ചുകൂടെ കുറയണം. അപ്പോൾ ഈ എറർ കുറയുന്നത് എന്തിലാണ് പറഞ്ഞേക്കുന്നത്? 5% ആക്കുവാണെങ്കിൽ, എല്ലാം പെർസെൻറ്റേജിലാണേ, ആക്കുവാണെങ്കിൽ വിൻ്റെ ഒന്നും മാറ്റാൻ പറഞ്ഞിട്ടില്ല. കറണ്ട് മാത്രം കുറയ്ക്കണം. കറണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലാണ് ഈ പവറിൻ്റെ പെർസെൻറ്റേജ് കുറയുന്നത്? അപ്പോൾ പവറിൻ്റെ പെർസെൻറ്റേജ് 5 ആക്കണമെങ്കിൽ വോൾട്ടേജ് ഇങ്ങനെ തന്നെ എടുക്കണം, പ്ലസ് ഐൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്കറിയാമല്ലോ ഇതിങ്ങനെ തന്നെ ആക്കി ഇത് 5 ആക്കണമെങ്കിൽ, സോ ഐയുടെ പെർസെൻറ്റേജ് ഇറർ എന്ന് പറയുന്നത് 5 - 2 = 3% ആയിരിക്കും ഐയുടെ ഇറർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഡി. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേമാതിരി സിമ്പിൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതിലെങ്ങനെയെങ്കിലും ചിലപ്പം ഇത് ഡയറക്റ്റ്ലി തരും, ചിലപ്പോൾ പെർസെൻറ്റേജ് തരുന്നുണ്ടാവും, ചിലപ്പം ഇത് എത്രയാണെന്നായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റിയിലാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ 1-2 ടെംപ്ലേറ്റ് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാലും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാലും സിമ്പിളായിട്ട് ഇത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ.
അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇതേമാതിരി വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. 2016 ക്വസ്റ്റ്യൻ ആണ് കീമിൽ വന്നത്. വെൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ കണ്ടക്ടർ ആർ മെഷേർഡ് ആസ്, വോൾട്ടേജ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് 100 ± 4 വോൾട്ട് ആൻഡ് 5 ± 2.2 ആംപിയർ. ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് എറർ ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഈസ്. അപ്പം നമുക്കിതിൻ്റെ ഇക്വേഷൻ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. എന്താണ് VIR അല്ലേ? V = I × R. വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. V എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നേക്കുന്നത്? 100 ± 4 വോൾട്ടാണ് തന്നേക്കുന്നത്. അതിൻ്റെ അർത്ഥം വോൾട്ടേജ് അല്ലേ? വോൾട്ടേജ്. അപ്പോൾ V എന്ന് പറയുന്നത് 100ഉം ഡെൽറ്റ V എന്ന് പറയുന്നത് 4ഉമാണ്. പിന്നെ എന്താ തന്നേക്കുന്നത്? ആംപിയർ. കറണ്ട് I = 5 ± 0.2. അപ്പോൾ I എന്ന് പറയുന്ന ആക്ച്വൽ അതിൻ്റെ എററാണ്. എറർ ഇൻ എറർ ഇൻ I എന്ന് പറയുന്നത് 5ഉം ഡെൽറ്റ I എന്ന് പറയുന്നത് 0.2 ആണ്. നമുക്ക് എങ്ങനെയാണ് വന്നതെന്ന് അറിയാമല്ലോ. ഇത്ര നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്? റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ എറർ ഇൻ റെസിസ്റ്റൻസ്. എറർ ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? ഡെൽറ്റ R/പെർസെൻറ്റേജിലല്ലേ ചോദിച്ചേക്കുന്നത്? R × 100 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഈ ഫോർമുല അറിയാം. V = IR. അപ്പോൾ R എന്തായിരിക്കും? R = V/I. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ R/R × 100 = ഡെൽറ്റ V/V × 100. ഇത് ഡിവൈഡ് ചെയ്യുവാണോ ഇൻറ്റു ചെയ്യുവാണോ എന്താണെങ്കിലും നമ്മൾ എറർ വരുമ്പം, അതായത് ഇതിൽ വരുന്ന എററും ഇതിൽ വരുന്ന എററും കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ പ്രൊഡക്റ്റിലെ ഫൈനൽ പ്രൊഡക്റ്റിലെ എറർ വരുന്നത്. അതുകൊണ്ട് താഴെ ഡിനോമിനേറ്ററിൽ വന്നു എന്ന് പറഞ്ഞ് കുറയ്ക്കരുത്. എന്ത് എററാണെങ്കിലും കൂട്ടണം. അതായത് ഡെൽറ്റ I/I × 100. ഇനിയിപ്പോൾ സ്ക്വയറോ ക്യൂബോ ഒക്കെ വരുവാണെങ്കിൽ അത് 3 ഇൻറ്റു ചെയ്യണം. അത് വരുന്ന കേസിൽ നമുക്ക് നോക്കാം. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതാണ് എറർ ഇൻ പെർസെൻറ്റേജ്. അപ്പം പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് കാൽക്കുലേഷൻ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ V എത്ര നമുക്ക് കിട്ടിയേക്കുന്നത്? 4. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. /100 ആണ് V × 100 പ്ലസ് ഡെൽറ്റ I എത്രയാ? 0.2. 0.2 ഡിവൈഡഡ് ബൈ I എത്രയാ? 5 × 100. ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ മാത്രം നോക്കുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ കാണുക. ആൻസർ കറക്റ്റ് ആണെങ്കിൽ എക്സ്പ്ലനേഷൻ കാണേണ്ട കാര്യമില്ല. ബട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കാണുക, അതിനുശേഷം സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. 1-2 പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി വരുന്ന എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ. അപ്പോൾ ബാക്കി ഇത് 5 I 2 10 അല്ലേ? അപ്പോൾ 4 + 2 × 20 4. ഇതെല്ലാം പെർസെൻറ്റേജിലാണ്. 4 4 8. അപ്പോൾ 8 ആയിരിക്കും എന്ത്? എറർ ഇൻ പെർസെൻറ്റേജ് ഓഫ് വെൻ കാൽക്കുലേറ്റിംഗ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ 8. ഇത് വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. ഇങ്ങനെയുള്ള ഈസി പ്രോബ്ലംസൊക്കെ നമുക്ക് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം എടുക്കാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് 2015 ഒരു പ്രോബ്ലമാണ്. ഇതും ഈസിയാണ്. എ ഫോഴ്സ് F is applied onto a square plate of side L. If the percentage error in determining the L is 2% and that in F is 4%, the permissible percentage error in determining the pressure. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഫോഴ്സ് ഒരു സ്ക്വയർ പ്ലേറ്റിൽ അല്ലേ, ഒരു സ്ക്വയർ പ്ലേറ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ സ്ക്വയർ പ്ലേറ്റിൻ്റെ ലെങ്ത്ത് സ്ക്വയർ ആയതുകൊണ്ട് എല്ലായിടും L ആയിരിക്കും. ഇതാണ് ഫോഴ്സ്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ഇവിടെ ഏരിയ തന്നിട്ടില്ല, അപ്പം നമുക്ക് L² എടുക്കേണ്ടി വരും അല്ലേ. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? പെർസെൻറ്റേജ് എറർ ഡിറ്റർമിനിങ് എല്ലിൻ്റെ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ട്. അതായത് ഡെൽറ്റ L/L × 100 എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്, 2%. ആൻഡ് ദാറ്റ് ഇൻ F ഫോഴ്സിൻ്റെ ഡെൽറ്റ F/F × 100 പെർസെൻറ്റേജ് തന്നെയാണ് തന്നേക്കുന്നത്, 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രഷറിൻ്റെ
ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈക്വേഷൻ അറിയാലോ. ഈക്വേഷൻ കൊണ്ടിട്ട് എ നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ എൽ തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ എഫ് ഇൻറ്റു 100 പ്ലസ് ഇത് നോക്കി ഇവിടെ എൽ സ്ക്വയർ വന്നതുകൊണ്ട് എൽ 2 ടൈംസ് വരും. 2 പ്രാവശ്യം എൽ വരുന്നില്ല, അതുകൊണ്ട് 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100. അതിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ വല്ല കേസ് വരുവാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ എടുക്കാവുള്ളൂ. 2 ഇപ്പോൾ ക്യൂബ് ആയിരുന്നെങ്കിൽ 3 ഇൻറ്റു, അല്ലെങ്കിൽ നമ്മൾ ഇത് 2 പ്രാവശ്യം ആഡ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. 2 ഇൻറ്റു ചെയ്തു ഇവിടെ. ഇനി ഡെൽറ്റ എഫ് ബൈ എഫ് ഇൻറ്റു 100 എത്ര തന്നേക്കുന്നത്? 4 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞത് കാരണം സ്ക്വയർ ആയതുകൊണ്ടാണ് 2, അറിയാലോ. 4 പ്ലസ് 4 ഈക്വൽ ടു 8. അപ്പോൾ 8% ആയിരിക്കും നമുക്ക് എന്തിൻ്റെ പ്രഷറിൻ്റെ എറർ. അപ്പോൾ സ്ക്വയർ വന്നതുകൊണ്ട് എററിൻ്റെ വ്യത്യാസം അത്രയും വന്നു. 8% ആണ് എറർ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയുന്നുണ്ടാവണം. ആ ഇക്വേഷനിൽ സ്ക്വയറോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എററിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നില്ല. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇതുകൊണ്ട് സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. ഇതൊരു ഹോംവർക്ക് പ്രോബ്ലമാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇതിൻ്റെ ആൻസർ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതായത് സിമ്പിൾ സെയിം നമ്മളിപ്പോൾ പറഞ്ഞ അത് തന്നെയാണ്, എറർ അനാലിസിസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻറ്റ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. അതിൽ മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ മെഷറിങ് ദ ലെങ്ത്തിൻ്റെ എറർ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 2% തന്നിട്ടുണ്ട്. ലെങ്ത്ത് അതുപോലെ തന്നെ ടൈം പീരീഡ് എന്താണ്? ടി ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 ടൈം പീരീഡിൻ്റെ എറർ 3% തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജി നമുക്കറിയാം, പക്ഷേ ജി കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണല്ലോ. അപ്പോൾ ആ ജീൻ്റെ എറർ അതായത് ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈസി ടു സോൾവ് ആണ്. ഞാൻ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. നിങ്ങളത് അതിനൊരു ക്ലൂ ആണ്. ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി അല്ലേ. ഇതാണ് ഇക്വേഷൻ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജി ആണ്. അപ്പം നമ്മളിതിൽ ആദ്യം സ്ക്വയർ ചെയ്യുക. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ റൂട്ട് മാറ്റി കഴിയുമ്പോൾ എൽ ബൈ ജി ആവും അല്ലേ. സോ ജി ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ എൽ ബൈ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് എററൊന്നും ഇല്ല. ജി ഈസ് ഈക്വൽ ടു എൽ ബൈ ടി സ്ക്വയർ ആണ്. അപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100. പിന്നെ സ്ക്വയർ വന്നിരിക്കുന്നതുകൊണ്ട് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100. ഏകദേശം ഞാൻ ക്ലൂ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വേണം ഞാനതങ്ങ് ചെയ്തേക്കാം അല്ലേ. അതായത് ഇത് പറഞ്ഞിട്ട് 2 ആണ്. 2 പ്ലസ് 2 ഇൻറ്റു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് 3. അപ്പോൾ 2 പ്ലസ് 6. അപ്പോൾ ഇത് ഏകദേശം 8% ആണ് നമുക്ക് കിട്ടുന്നത്. ഞാനത് ഹോംവർക്കായിട്ട് ചെയ്യാമെന്ന് കരുതി, ബട്ട് ചെയ്ത് വന്നപ്പോൾ ഞാനത് ചെയ്തു പോയി. ഓക്കെ. അപ്പോൾ നിങ്ങളിത് ആൻസർ കാണാതെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ. സോ ഇത് നിങ്ങൾ കാണുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, കമ്പൈനായിട്ട് പഠിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക. ഓക്കെ. ബൈ.